തടഞ്ഞാൽ അവിടെ അടഞ്ഞുള്ളൂ. പരാതിക്കാരായ വിദ്യാർത്ഥിനി തെങ്ങോട് സ്കൂളിൽ തന്നെ പരീക്ഷ എഴുതും. സഹപാഠികൾ നായ്ക്കുരുന്ന പൊടി വിതറി. പെൺകുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിട്ടും ആശ്വാസകരമായ സമീപനം സ്വീകരിച്ചില്ല. ഇതിനു മുൻപ് ക്ലാസ് മുറിയിലെ ഡെസ്ക് ഉപയോഗിച്ച് സഹപാഠികൾ മുതുകിൽ അടിച്ചെന്ന പരാതി അധ്യാപകർ അവഗണിക്കുകയും ചെയ്തു. ഈ അധ്യാപകർ മെയിനായിട്ട് അവർക്ക് മേലെ സ്കൂളിന് പ്രശ്നം ഉണ്ടാവും, സ്കൂളിന് മാനക്കേടുണ്ടാവും എന്ന് വിചാരിച്ചുകാണ്ട് മിണ്ടാതൊക്കെയാണ്. ഇത് വായിക്കില്ല, വിഷയതാണ്. അപ്പോൾ ഇവരെ കൂടി ഒത്തുകാണ്ട് എന്ത് കാട്ടും, ഉണ്ടാക്കും. അത് സാരല്ല കേട്ടോ, അത് മോളെ പ്രശ്നമാക്കണ്ടാക്കി പറഞ്ഞാണ്ട് വല്ലത് സൂപ്പിട്ട് ഇതാക്കും. കാരണം അവർക്ക് പ്രശ്നമാണ്, മാനേജ്മെൻറ്റ് സ്കൂൾ തന്നെ പ്രശ്നമാണ്. അവർക്ക് ഏറ്റവും നല്ല സ്കൂളാണ് പേര് കെട്ടണമെങ്കിൽ എന്ത് വേണം, അവിടെ ഒന്നും ഉണ്ടാകാൻ പാടില്ലല്ലോ. അത് ചേരാൻ പഠിക്കുക. സസ്പെൻഷൻ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വെറുതെ താൽക്കാലിക ഒറ്റമൂലിയാണ്, വേറൊന്നുമില്ല. അതൊന്നൊക്കെ തിരിച്ചു വരും. വെടിയേറ്റ മണ്ണിൽ മലാല എത്തി 14 വർഷത്തിന് ശേഷം. ഇവിടെ ആളല്ലേ ഞങ്ങൾ എരഞ്ഞിപ്പാലം കോഴിക്കോട് കണ്ടമാനം. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾ നടന്നു കഴിഞ്ഞോ? ഒരു ഒറ്റക്ക് നടക്കല്ലേ? മലപ്പുറം ഭാഗത്ത് നല്ലോണം കണക്കുണ്ട് ഈ റമദാൻ ഡേ കഴിഞ്ഞാൽ. നിങ്ങൾ ശരിക്കും പേരെത്താണ് അല്ലേ? നിങ്ങൾ നാരായണേട്ടനല്ലേ അവിടെ നിന്നാളുണ്ടിനെ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നാരായണേട്ടൻ അങ്ങനത്തെ ഒരാൾ വന്നില്ല കഴിഞ്ഞ മാസം അല്ലേ? അപ്പോൾ നാരായണനെ പറയൂ, വേറെ ആളാ? നിങ്ങളതേ മോശമാണ്. അങ്ങനെ എന്നെ പുറത്ത് വെച്ചിട്ടുണ്ട് ഒരാള്. അതെ, ഒന്നല്ല രണ്ടാളുണ്ടല്ലോ. രണ്ടാളുണ്ടല്ലേ? പിന്നെ മലപ്പുറത്ത് എന്നോട് പറയാ, നിങ്ങളെ സൈക്കിളെല്ലാം അവിടെ പോയിന്ന് എന്നോട്. അതേപോലെ ഞാൻ വന്നപ്പോഴേ ഇവിടെ വന്നാലൊക്കെ സംസാരിക്കണ്ടേ, സാധാരണ ഓരോരുത്തരോട് സംസാരിക്കണ്ടേ. അപ്പൊ അന്ന് നിങ്ങളുമായി തന്നെ ഒരാൾ വന്നിട്ട് അന്ന് ചോദിച്ചു. അപ്പൊ അന്ന് എന്നോട് പേര് പറഞ്ഞ നാരായണ പറഞ്ഞ പേര്. ഒരേ ആള് 7 അവതാരത്തിലുണ്ട്. അതെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ല അത് കറക്റ്റാന്ന്. അതെ, 2 എന്നെ കൂട്ടിട്ട് 3 ആള് ഞാൻ എനിക്ക് അറിഞ്ഞു, മനസ്സിലായി. 3 ആളുകൾ നിങ്ങൾ കണ്ടുകിടേ? നിങ്ങൾ അതേ ഇതിലുള്ള 3 പേരെ നിങ്ങൾ കണ്ടുകിടേ? ഒറ്റ ഇയാളിനെ പറയൂ. ഞങ്ങളൊക്കെ സൈക്കിളോടെ പോയി. ആള് സൈക്കിളിലും കൂടി എപ്പോഴും പോകുന്ന ആളാ. പക്ഷെ നിങ്ങൾ സൈക്കിളല്ലോ, നിങ്ങൾ നിങ്ങളല്ല അന്ന് വന്ന ആളെ നടന്നെ വന്ന് തൊപ്പിലുണ്ട്, എന്തല്ലേ തലയിലും മുടില്ലേ. ഇപ്പം മലപ്പുറം ഭാഗത്ത് നമ്മുടെ മലപ്പുറം ഏരിയ ഉള്ളു. ഇവർക്ക് എല്ലാവർക്കും തലയിൽ തൊപ്പുണ്ട്, തലയിൽ പിന്നെ റമദാൻ മാസമായിട്ട് തൊപ്പുണ്ട്, ടവലൊക്കെ ഉണ്ട്. അപ്പൊ അത് നിങ്ങളല്ലേ അന്ന് വന്ന്? നിങ്ങളതേ മോഡൽ തന്നെയാണ് ആൾ കണ്ടാല്, അല്ലേ? അപ്പൊ ഞാൻ പേര് വെച്ച് നാരായണെന്ന് പറഞ്ഞു. അരിക്കോട് കണ്ട പെണ്ണുങ്ങള് പിന്നെ കുറ്റിപ്പുറത്ത് കണ്ട് അതേ മോഡല്. ചോദിച്ചു, നിങ്ങളെങ്ങനെ ഇവിടെത്തി ഇത്ര ദൂരം എന്ന് പറഞ്ഞു. മലയാളം പറഞ്ഞേ, രണ്ടാളും മലയാളം തന്നെ. അങ്ങനെ എങ്ങനെ ഞാൻ പറഞ്ഞു, പിന്നെ ഹോട്ടൽ നിങ്ങള് ക്യാൻറ്റീനിലെ പണിയെടുത്തതല്ലേ? ഞാൻ അങ്ങനത്തെ ക്യാൻറ്റീനിലെ പണിയെടുത്താന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് തെറ്റിപ്പോയി, ഐ ആം സോറി എന്നാണ് ഇംഗ്ലീഷിൽ. സോറി, ഐ മിസ് യു. അപ്പൊ ഇത് നാരായണനല്ല, ഇത് എന്റെ പേരല്ലേ ബീരാൻ മുഹമ്മദ്. അപ്പൊ ഇത് നാരായണ അബൂക്കറാണല്ലേ? ഓക്കെ, ശരി. എന്നാൽ പോയിട്ട് ഒരാൾക്ക് പകരം ഒരേ മോഡൽ 7 പേരുണ്ട്. അത് എവിടെ പറഞ്ഞത്? ഏതാണ് അത്? ഇസ്ലാമത്തിലാണോ അതോ ഹിന്ദുമത്തിലാണോ? ഇസ്ലാമത്തിൽ പറഞ്ഞേ കേട്ടില്ല. ഇല്ല, ഇസ്ലാമത്തിൽ കേട്ടില്ല. അങ്ങനെ അല്ല, ഞാൻ ഇസ്ലാമല്ലേ കേട്ടു. ഞാൻ കേട്ടില്ല. ഹിന്ദുമത്തിൽ ഉണ്ട്. ക്രിസ്ത്യൻ വേണ്ടില്ല, ഹിന്ദുമത്തിൽ വേണ്ടുണ്ട്. ഹിന്ദുമത്തിൽ ഞാൻ 5 വേണ്ട. മുസ്ലിംസിലൊന്നും പാടില്ല. മുസ്ലിംസ് ഇവിടെ ഒരാൾക്ക് ഹിന്ദുമത്തിൽ ഞാൻ കേട്ടില്ല. 5 ആൾക്ക് കേട്ടില്ല. ഞാൻ 5 അപ്പൊ ഞാൻ ഇപ്പൊ കേൾക്കാം. ഏറുണ്ടാവില്ലേ? അതേ കൂടി ഞാൻ നാളെ കണ്ടേ. ഞാൻ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തെല്ലാം എന്റെ പല കോലത്തിലല്ലേ പല കോലത്തിലല്ലേ. അപ്പോ ഇന്നാണ് ഞാൻ കണ്ടത് നാരായണേട്ടനാണ്, ഇത് അബൂബക്കറാണ്. ഇത് രണ്ടും ഒന്നല്ല. ഒന്നാണ് വിചാരിക്കണത്, ഒന്നല്ല. അത് വേറെ ആളാണ്. ഉടനെ പറയുന്നുണ്ട് ഒരാൾക്ക് പകരം 7 ആളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും പോട്ടെ പാവങ്ങളെ.